ഹായ് പ്യാരെ വെച്ചു അനസാറാണ്. എല്ലാ മക്കളും 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് വരാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരീക്ഷയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഈ സ്ക്രീനിലേക്ക് നോക്കിക്കേ. അനസാർ ഇന്ന് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 നിറങ്ങൾ കാണുന്നുണ്ട്. ഏതെല്ലാമാണ് ആ നിറങ്ങൾ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. ആദ്യം നമുക്ക് ബ്രൗൺ നിറം കാണുന്നുണ്ട്, അതേപോലെ പിന്നെ നമുക്ക് മഞ്ഞ കാണുന്നുണ്ട്, പച്ച കാണുന്നുണ്ട്, ചുവപ്പ് കാണുന്നുണ്ട്, കറുപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിറം ഇതിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നല്ലോ. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ നേരെ നിങ്ങൾക്ക് അറിയാത്ത ഏതോ രീതിയിലുള്ള ഒരു പേരുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. സാർ ഇതെന്താണ്, ഞങ്ങൾ ഇതുവരെ ഇത്തരത്തിലുള്ള സംഭവം കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതാണ് സാർ ഇതൊന്ന് വായിച്ചു തരാം. ബൂര എന്ന് നമുക്ക് കാണാം, അതേപോലെ പീല എന്ന് നമുക്ക് കാണാം, ഹര എന്ന് നമുക്ക് കാണാം, ലാൽ എന്ന് നമുക്ക് കാണാം, കാല എന്ന് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് ബ്രൗണിന് നമ്മൾ ഭൂര എന്ന് പറയും, അതേപോലെ മഞ്ഞക്ക് നമ്മൾ പീല എന്ന് പറയും, പച്ചക്ക് നമ്മൾ ഹര എന്ന് പറയും, ചുവപ്പിന് നമ്മൾ ലാൽ എന്ന് പറയും, കറുപ്പിന് നമ്മൾ കാല എന്ന് പറയും. അപ്പോൾ സാറേ ഇത് ഏത് ഭാഷ? ഇതാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധ്യയന വർഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, 5ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പേപ്പറാണ് ഹിന്ദി എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദി മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് ഒരു പേടിയും കൂടാതെ മനോഹരമായിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ എൻ്റെ മക്കളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൻ്റെ തന്നെ പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം പൃഥ്വി ബാച്ചിൻ്റെ ഓഫറൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തത് എൻ്റെ മക്കൾ അറിഞ്ഞിട്ടുണ്ടാവും. ഏപ്രിൽ ആണ് നിങ്ങൾക്ക് അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഓഫറോട് കൂടി കയറാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ എൻ്റെ മക്കൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ച് നേടാനുള്ള ഒരു അവസരം കൂടി ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ എൻ്റെ മക്കൾ ചേർന്ന് കഴിഞ്ഞാൽ ഹിന്ദിയൊക്കെ ആദ്യം മുതലേ വളരെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം മഞ്ഞയാണെങ്കിൽ അല്ലേ, യെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെല്ലോക്ക് നമ്മൾ പറയുന്ന പേര് പീല എന്നാണ് അല്ലേ. പീല എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ്. അപ്പോൾ ഇതിൽ ഏതെല്ലാം അക്ഷരം ഉണ്ടാകും? പാ എന്നുള്ള ഒരു അക്ഷരം ഉണ്ടാകും. പിന്നെ അതേപോലെ പാ നമ്മൾ എന്ത് ചെയ്യും, അത് നീട്ടൂലേ, പി എന്നാക്കും. പിന്നെ അതേപോലെ ലാ. അപ്പോൾ ഈ ലാ എന്ന് നമ്മൾ ഹിന്ദിയിൽ നമുക്ക് എന്ത് പറയും, ഇങ്ങനെയാണ് പറയാം. അപ്പോൾ ലാ എന്നുള്ളത് നമ്മളൊരു വരിയും കൂടി ഇട്ടാൽ എന്താവും, ലാ എന്നാവും. അപ്പോൾ പീല. അപ്പോൾ ഇതെങ്ങനെയാണ് ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കൂട്ടി വായിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം മുതൽ എന്ത് ചെയ്യും, ബേസിക് മുതൽ സെറ്റാക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായത് പൃഥ്വി ബാച്ച് തന്നെയാണ്. മാത്രമല്ല അടുത്ത അധ്യയന വർഷം നിങ്ങൾ എന്ത് ചെയ്യാണ്, സെക്കൻഡ് ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അവിടെ അറബിക് ഉണ്ട്, ഉറുദു ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ അതും നമുക്ക് പുതിയ ഭാഷയാണ്. ഉറുദു ഒക്കെ പഠിപ്പിക്കാൻ അനസാർ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് യൂട്യൂബിലായിട്ടൊക്കെ ലൈവുകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അധ്യയന വർഷം തന്നെയാണ് അടുത്ത അധ്യയന വർഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും എന്തുകൊണ്ടും അനുയോജ്യമായിട്ട് ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ പൃഥ്വി ബാച്ച്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ. കാരണം നമുക്ക് തിരഞ്ഞെടുക്കുന്ന 5 ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ച് നേടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അനേകം ഫീച്ചേഴ്സ് ഒക്കെ അതിലുണ്ട്. ലൈവായിട്ട് റെക്കോർഡായിട്ടൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാകും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാകും. അങ്ങനെ കുറേ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.